ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം. നല്ലൊരു ഉറക്കം എല്ലാവർക്കും കിട്ടിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രധാന കാര്യം, നമ്മൾ യൂട്യൂബിൽ ന്യൂസ് മലയാളത്തിൽ തന്നെയാണ് ഇടുന്നത്. ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് ഇംഗ്ലീഷിൽ കേൾക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ പറയുന്നതും ഇത് ഇംഗ്ലീഷിലാണെന്നൊരു പിടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സെറ്റിങ്സിൽ ഡബ്ബിങ് നിങ്ങൾ എനിക്കറിയില്ല, ഞാനാണോ ഓണാക്കിയത് അതോ നിങ്ങളാണോ ഓണാക്കിയത്. നിങ്ങളാവാൻ വഴിയില്ല, കാരണം എല്ലാവർക്കും വരുന്നുണ്ട്. ഞാൻ സെറ്റിങ്ങിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ അവിടെ സെറ്റിങ്ങിൽ ഡബ്ഡ് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇന്നലത്തെ ന്യൂസിലൊരു സുഹൃത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ഇത് മലയാളത്തിൽ ആണോ എല്ലാവർക്കും ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം ഒരു 600 പോയിൻറ്റ് മാത്രമാണ് ഉള്ളത്. നമുക്ക് പ്രധാനമായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം വരാൻ ഉള്ള ഒരു ഡേറ്റ ഉണ്ടായിരുന്നത് യു എസിൽ നിന്ന് PCA ഡേറ്റ ആയിരുന്നു. അപ്പോൾ ആനുവൽ ഇൻഫ്ലേഷൻ ഗേജ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രധാന ഒരു ഇൻഡിക്കേറ്ററാണ് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അഥവാ PCA. ഈ PCA ഡേറ്റ നിലവിൽ വന്നിട്ടുള്ളത് അതൊരു 2.7 ആണ്. 2.6 ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ 2.7 വന്നു. അതുകൊണ്ട് തന്നെ യുഎസിലെ ആ ഒരു US ഡോളർ ഇൻഡെക്സ് ഫോൾ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇത് കാരണം പോസിറ്റീവോ നെഗറ്റീവായിട്ടൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ US ഡോളർ ഇൻഡെക്സ് ഫോൾ ആവുന്നത് ഇന്ത്യക്ക് അത് ഗുണകരമാണ്. കൂടാതെ തന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളുടെ DAs കഴിഞ്ഞ 2 മാസമായിട്ട് 70,000 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ മന്ത്ലി അടിസ്ഥാനത്തിൽ ബൈ ചെയ്യുന്നത്. DAs കഴിഞ്ഞ 4 മാസമായിട്ട് മന്ത്ലി അടിസ്ഥാനത്തിൽ ബയേഴ്സുമാണ്. അപ്പോൾ അതാണ് നമുക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ 214 പോയിൻറ്റ് പ്ലസ് ആണ്. ജപ്പാൻ മാർക്കറ്റിൻ്റെ ഇൻഫ്ലേഷൻ പോസിറ്റീവായത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഗോൾഡ് $7 പെർ ഔൺസിന് ഇടിഞ്ഞു കാണാം. ബ്രൻ്റ് ഓയിലും 66. ബിറ്റ്കോയിൻ അതിശക്തമായിട്ട് റാലി ചെയ്ത് പോവുകയാണ്. 1176 പോയിൻറ്റിൻ്റെ റാലി ബിറ്റ്കോയിൻ ഇന്ന് രേഖപ്പെടുത്തി. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും ടോപ്പിൽ കാണാം PCR 1.2 ബുള്ളിഷായ നിലയിലാണ് ഇപ്പോഴുള്ള നിൽപ്പ്. ഇനി ഫർദറായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം 25,637 നിഫ്റ്റി നിൽക്കുമ്പോൾ കോൾ സൈഡിലല്ല പുട്ട് സൈഡിൽ 25,500 തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മാർക്കറ്റിൽ പറയാറില്ല. ഇനി സ്റ്റോക്കുകളുടെ ന്യൂസിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. വാർത്തകൾ നമ്മൾ കളക്ട് ചെയ്ത വാർത്തകളാണ്, അത് ബൈ സെൽ റെക്കമെൻഡേഷനും അല്ല. BHEലാണ്. BHEലിന് 6,500 കോടി രൂപയുടെ ഒരു തെർമൽ പ്രൊജക്റ്റിൻ്റെ ഓർഡർ അദാനി പവറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ്. ITD സെമെൻറ്റേഷൻ കമ്പനി അവർക്ക് അബുദാബിയിൽ നിന്ന് $67 മില്യൺ ഒരു ഓർഡർ ലഭിച്ചു. അലംപിക് ഫാർമ അവരുടെ പുതിയ മെഡിസിന് യുഎസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. ഗെയിൽ കമ്പനി ടെക്ലെയർ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മേജർ സ്റ്റേക്ക് 106 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു. സെൻട്രൽ ബാങ്ക് കമ്പനി അവർ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫ്യൂച്ചർ ജനറൽ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ 25% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ പ്രസ്റ്റീജ് 1,600 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസും മറ്റ് റിയാലിറ്റി കമ്പനി 1,250 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂസ്. കൽപ്പാത്തൊരു പുതിയൊരു റിയൽ എസ്റ്റേറ്റിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ IPO കഴിഞ്ഞു. ഇൻട്രാക്ട് ബിൽഡിംഗ് കമ്പനി അമരരാജ ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് 70 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വാര എനർജി കമ്പനി 540 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ മൊഡ്യൂളിൻ്റെ ഓർഡർ ലഭിച്ചു. RVNL കമ്പനിക്ക് 213 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹിൻഡ് റെക്ടിഫയർ കമ്പനിക്ക് 1,010 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആഴ്ചയെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. ഗ്ലോബൽ ഈവൻറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ. കൂടാതെ ഈ ഒരാഴ്ച ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകളും ഡിവിഡൻഡ് തുകയും റെക്കോർഡ് ഡേറ്റും നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം, ട്രേഡബിലിറ്റി ടാബിൽ. അപ്പോൾ ഇനിയിപ്പോൾ Q1 റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് കാണാം. ചാനലിലെ എല്ലാ ട്രേഡേഴ്സ് സുഹൃത്തുക്കൾക്കും ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് തള്ളുക, കാരണം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.